ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കയ്യിലുള്ള കുറച്ച് അക്വാറ്റിക് പ്ലാന്റ്സ്, നമ്മൾ അക്വേറിയത്തിൽ നമ്മളുടെ പ്ലാന്റ് ടാങ്ക്സിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് അക്വാറ്റിക് പ്ലാന്റ്സ് നിങ്ങളെല്ലാവരെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മളുടെ ആദ്യത്തെ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് ആമസോൺ സോഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റാണ്. ഇത് നമ്മൾ ഇതിലൊരു ചെടിച്ചട്ടിയിലാണ് നട്ടിട്ട് നമ്മളുടെ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചിരിക്കുന്നത്. ഈ ഫ്രിഡ്ജ് ബോക്സിൽ നമുക്കിവിടെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു കുറച്ച് സ്വാട്ടൈൽസ് മോളീസൊക്കെ കിടക്കുന്ന ഒരു ടാങ്കാണിത്. അത്യാവശ്യം കുറേ കുട്ടികളൊക്കെ ഇതിലുണ്ട്. അതുപോലെ നല്ല വലിയ സൈസിലുള്ള സ്വാട്ടൈൽസൊക്കെ ഇതിലുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ടാങ്കിൽ നമുക്കുള്ള ഒരു ചെടിയാണ് നമ്മളുടെ ആമസോൺ സോഡ് പ്ലാന്റ്. പിന്നെ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കണ്ടില്ലേ, ഇതേ ഈ ചെടീനെ പറയുന്ന പേരാണ് ഡക്ക്വീഡ്. അപ്പോൾ ഇത് നമ്മൾ ഓവർ ക്രൗഡഡ് ആവാണ്ട് നോക്കണം. നമ്മുടെ ടാങ്കിൽ ഇത് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമാണ്, വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവൊക്കെ കുറയും. അപ്പോൾ പ്ലാന്റ് ടാങ്ക് നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും അതിലുള്ള ചെടികൾ നമ്മൾ വെട്ടി ആവശ്യത്തിന് മാത്രമായിട്ട് ചെടികൾ വെട്ടി നിർത്തണം. ചെടികളുടെ അളവ് കൂടിയാലും പ്രശ്നമാണ്. പിന്നെ അടുത്തതായിട്ടുള്ളൊരു പ്ലാന്റ്, ഇതെല്ലാവർക്കും പരിചയമുള്ളൊരു പ്ലാന്റ് ആയിരിക്കും. ഈ കാണുന്നത് ഗപ്പി ഗ്രാസ് ആണ്. ഗപ്പി ഗ്രാസ് എന്ന് പറയുന്നൊരു പ്ലാന്റാണിത്. ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും. നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴികൾക്ക് ഇത് ഭയങ്കര ക്രൈസാണ്. ഈ സാധനം ഭയങ്കര, ഇവർ നമ്മൾ കണ്ണ് തെറ്റി ചിലപ്പോൾ ഇതിൽ കയറി ഇതിൽ നിന്ന് കൊത്തിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മളിതിൽ നിറയണതനുസരിച്ച് നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് പതിവ് ഗപ്പി ഗ്രാസ്. അതുപോലെ പിന്നെ ഈ കാണുന്ന പ്ലാന്റാണ് വാട്ടർ പോപ്പി. ഈ വാട്ടർ പോപ്പിയിൽ മഞ്ഞ കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വാട്ടർ പോപ്പിനെ നമ്മൾ ഒരു ചെറിയൊരു ചെടിച്ചട്ടിയിലാക്കിയിട്ട് ആണ് ഈ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇതിലുള്ള മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് വളമായിട്ട് ആവുന്നത്. ചെടികൾ വെക്കുമ്പോൾ എപ്പോഴും വെള്ളം തെളിഞ്ഞ് കിടക്കും. അതാണ് ചെടികൾ വെക്കുന്നതിൻ്റെ ഒരു ഗുണം. പിന്നെ ഒരു നാച്ചുറൽ ഒരു എൻവയോൺമെൻറ്റ് നമ്മളുടെ മീനുകൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളുടെ ബലൂൺ പ്ലാറ്റീനെ വളർത്തുന്ന ഒരു ടാങ്കാണിത്. ഇതിൽ മെയിനായിട്ടുള്ളത് ഫോക്സ് ടെയിൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണുള്ളത്. അപ്പോൾ ഇതും ഇങ്ങനെ ഒരു വള്ളിച്ചെടി പോലെ ഇങ്ങനെ പടർന്ന് ടാങ്കിൽ കിടക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ മീനുകൾ പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനും വലിയ മീനുകളൊക്കെ അതിനെ തിന്നുന്നതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഈ പ്ലാന്റ് സഹായിക്കും. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഈ ടാങ്കിൽ കുറേ പ്ലാറ്റുകൾ, നമ്മുടെ ഇപ്പോൾ ഒരു ടാങ്കിൻ്റെ ഷോർട്ടേജ് ആയതുകൊണ്ട് ഇവർ മാറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇവരെ മാറ്റിയിടാൻ നമുക്ക് പെട്ടെന്ന് വലുതാക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പ്ലാന്റ് ടാങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.